തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴി അഴിമുഖ ചാനലിലെ മണൽ നീക്കി ആഴം കൂട്ടുന്ന പ്രവൃത്തികൾ ഉടൻ തുടക്കമാകും. തൃശൂർ ചേറ്റുവ ഹാർബറിൽ നിന്നും എത്തിച്ച ഡ്രഡ്ജറിന്റെ വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന പ്രവൃത്തികൾ തുടരുകയാണ്. 3 ട്രക്കുകളിലായി കഴിഞ്ഞ ദിവസമാണ് ഡ്രഡ്ജറിന്റെ വിവിധ ഭാഗങ്ങൾ മുതലപ്പൊഴിയിൽ എത്തിച്ചത്. ഇതിനു പുറമെ കരാർ കമ്പനി തൂത്തുക്കുടിയിൽ നിന്നും സോയിൽ പമ്പും എത്തിക്കും. 70% മണൽ മൂടി മത്സ്യബന്ധന വള്ളങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്ത വിധം അഴിമുഖം അടഞ്ഞതോടെയാണ് തൊഴിലാളികൾ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡ്രഡ്ജർ എത്തിച്ചത്. 1 മാസം കൊണ്ട് മണൽ നീക്കി ഹാർബർ സുരക്ഷിതമാക്കാനാണ് ലക്ഷ്യം. അഴിമുഖത്തിന്റെ 400 മീറ്റർ നീളത്തിലും 90 മീറ്റർ വീതിയിലും 5 മീറ്റർ താഴ്ചയിലുമാണ് മണൽ നീക്കം ചെയ്യേണ്ടത്. 2021 അവസാനമായി ഡ്രഡ്ജർ ഉപയോഗിച്ച് ഇവിടെ മണൽ നീക്കം നടത്തിയത്. തുടർന്നുള്ള വർഷങ്ങളിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള മണൽ നീക്കം നടത്താൻ ശ്രമിച്ചുവെങ്കിലും വിജയം കണ്ടില്ല. ഇതോടെയാണ് അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ടു തുടങ്ങിയത്. കരാർ വ്യവസ്ഥ പ്രകാരം അദാനി ഗ്രൂപ്പാണ് മുൻകാലങ്ങളിൽ മണൽ നീക്കം നടത്തിയിരുന്നത്. കൃത്യമായി മണൽ നീക്കം നടക്കാതെ വന്നതോടെ മുതലപ്പൊഴി അപകട മേഖലയായി. മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര ആവശ്യപ്രകാരം നിലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ആഴം കൂട്ടുന്ന പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത്. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റീബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.